ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ മാർക്കറ്റിൽ കോളിളക്കം സൃഷ്ടിച്ച OnePlus Nord ഫോണിന്റെ പിൻഗാമി, അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് വന്ന Nord 5, അതാണ് ഇന്നത്തെ നമ്മുടെ താരം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 32,000-നാണ് OnePlusന്റെ Nord 5 മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. 3 കളർ വേരിയൻസിലാണ് വന്നിട്ടുള്ള ഡ്രൈ ഐസ്, മാർബിൾ ഷെയ്ഡ്, ഫാന്റം ഗ്രേ. ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ്, പക്ഷെ സൈഡ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും കരുതണ്ട, നല്ല റിജിഡ് പ്ലാസ്റ്റിക് ആണ്. 8.1 mm തിക്നെസ്സോടുകൂടി 211 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അല്പം ഹെവി ആണ്. 10 ബിറ്റ്സ് കളറോട് കൂടിയുള്ള അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 1800 നിറ്റ്സ് ആണ്. സൺലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 1400 നിറ്റ്സിലൊക്കെ കിട്ടും. സോ നല്ല വിസിബിലിറ്റി തന്നെയാണ് സൺലൈറ്റിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ റിഫ്രഷ് റേറ്റ് വന്നിട്ട് 144 Hz ആണ് തരുന്നത്. അതൊരു വലിയ നല്ല കാര്യമായിട്ട് തോന്നി, കാരണം അങ്ങനെ എല്ലാ ഫോണിലും ഇപ്പൊ 144 ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് LTPO ഡിസ്പ്ലേ അല്ല. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡ്യൂറബിൾ ഗ്ലാസ് ആണ് തന്നിരിക്കുന്നത്. പെട്ടെന്നൊന്നും വീണെന്നും പറഞ്ഞു പൊട്ടത്തൊന്നുമില്ല. അത് കൂടാനിട്ട് ഇതിലൊരു ഐ കെയർ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കണ്ണിന് പ്രശ്നമുള്ളവർക്ക് യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നവും വരത്തില്ല. ഇനി പ്രശ്നമില്ലാത്തവർക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കുന്നതും ഈ സ്ക്രീനോടുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെറ്റ് ടച്ച് ഡിസ്പ്ലേയും അവൈലബിൾ ആണ്. സോ ഒരു മഴയത്തൊക്കെ കൊണ്ടുപോയെന്നും പറഞ്ഞ് വലിയ കുഴപ്പമില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വെറ്റ് ടച്ച് ഡിസ്പ്ലേ അപ്രൂവ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് IP65 മാത്രമേ ഇത് റേറ്റ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ ശക്തമായ മഴയത്തൊന്നും ഇത് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ചാറ്റൽ മഴയത്തൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇതിൽ IR ബ്ലാസ്റ്റർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് AC, ഫാന്, TV ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മുകളിലും താഴെയും സ്പീക്കേഴ്സ് ഉണ്ട്. ഗുഡ് ക്വാളിറ്റി ശബ്ദമാണ് തരുന്നത്. നമുക്ക് ഭയങ്കര സൂപ്പർ അടിപൊളി എന്നൊന്നും പറയത്തില്ല, കുഴപ്പമില്ല, കൊള്ളാം. ആ ഒരു റേഞ്ചിൽ ക്വാളിറ്റി സൗണ്ടും ബാസും തരുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് സൈഡും സ്പീക്കർ ഉണ്ട് എങ്കിലും സൗണ്ട് ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം താഴത്തെ സ്പീക്കറിലാണ് കുറച്ച് കൂടുതൽ ശബ്ദം കിട്ടുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3യുടെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തരക്കേടില്ലാത്തൊരു ചിപ്സെറ്റ് തന്നെയാണ്. അൺടു സ്കോർ ഒക്കെ 1.5 million കിട്ടുന്നുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയറിന്റെ കാര്യം ഞാൻ പിന്നെ എടുത്തു പറയണ്ടല്ലോ, നല്ല കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 15 വിത്ത് Oxygen OS 15 ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് പ്രൊവൈഡ് ചെയ്തത്. ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ BGMA നമുക്കിപ്പോൾ 90 FPS കളിക്കാൻ പറ്റൂ. അതൊരു ഇതായിട്ട് തോന്നി. എന്നാൽ CODയിലൊക്കെ നമുക്ക് 120 FPS കിട്ടുന്നുണ്ട്. ജെൻഷ്യൻ ഇമ്പാക്റ്റിലും നമുക്ക് 90 FPS ആണ് കിട്ടുന്നത്. പക്ഷേ ഈ ചിപ്സെറ്റ് അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കാപ്പബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വരുംകാല അപ്ഡേറ്റുകൾ വഴി 120 FPS കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോറേജ് 8GBയുടെയും 12GBയുടെയും LPDDR5Xന്റെ റാം ആണ് കിട്ടുന്നത്. 256-ന്റെയും 512-ന്റെയും UFS 3.1 കൂടിയുള്ള ഇന്റർണൽ സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അല്പം കുറവായിട്ട് തോന്നി. 3.1 ഒരു 4.0 ഒക്കെ കൊടുക്കായിരുന്നു. ക്യാമറ ഡ്യുവൽ സെറ്റപ്പ് ക്യാമറയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ എടുത്തു പറയാനുള്ള ക്യാമറയുടെ ഒക്കെ ക്വാളിറ്റി, ആ ഫോട്ടോ പ്രോസസ്സിങ്ങും ഒക്കെ Nord 4ൽ നിന്നും ബെറ്റർ ഫോട്ടോ ക്വാളിറ്റി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. മെയിൻ ലെൻസ് വന്നിട്ട് സോണിയ ലിറ്റിയ 700-ന്റെ 50MBയുടെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8MBയുടെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. 50MBയുടെ ലെൻസിന്റെ കാര്യം പറയുമ്പോൾ പറയാമല്ലോ, കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ ക്വാളിറ്റി കൂടിയ ഫോട്ടോസ് തന്നെയാണ്, യാതൊരു ഇതുമില്ല. കളർ ബാലൻസിങ് ഒക്കെ വളരെ നല്ല ഇതിൽ തന്നെയാണ്. പക്ഷേ അൾട്രാ വൈഡിന്റെ കാര്യം വരുമ്പോൾ ഒരു വാം ടോൺ കൂടിയതുപോലെ, ഒരു മഞ്ഞ കളർ കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല ക്വാളിറ്റിയും ലോസ് ആവുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ 40-60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ ഓക്കെ ആണ്. സെൽഫി ക്യാം വന്നിട്ട് സാംസങ് JN5ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 50MBയുടെ തന്നെയാണ്. അതിലും നല്ല ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് അത്രത്തോളം ഇതിലെ ഫോട്ടോസ് ഒന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓക്കെ ആണ്, ഒരു ആവറേജ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഡിം ലൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഫോട്ടോയുടെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. സോ എനിക്ക് അത് കുറച്ചും കൂടെ നന്നാക്കണം എന്ന് തോന്നുന്നു. മേ ബി
ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ക്യാമറയുടെ വിഭാഗത്തിലും ആ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെൽഫി ക്യാമിൽ വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ ഓക്കെ ആണ്. എയുടെ കാര്യം പറയുകയാണ് എങ്കിൽ ഇതിലും നമുക്ക് എല്ലാ ഫോണിലും കാണുന്നത് പോലെ തന്നെ AI എൻഹാൻസർ ഉണ്ട്, AI ഇമേജ് ഇറേസർ ഉണ്ട്, റിഫ്ലക്ഷൻ ഇറേസർ ഉണ്ട്, സർക്യൂട്ട് ടു സെർച്ച് ഉണ്ട്, അൺബ്ലർ ഓപ്ഷൻ ഉണ്ട്, പിന്നെ AI വോയിസ് സ്ക്രിബ് ഉണ്ട്. അങ്ങനെ കുറെ ഇതിലുമുണ്ട്. ഇതിന്റെ ബാറ്ററി ഒരു എമ്മാണ്ടം ബാറ്ററി എന്ന് തന്നെ പറയാം. 6800 വാട്ട് ബാറ്ററിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ പോയാൽ ഒരു നോർമൽ പേഴ്സന് ഒരു ദിവസം മൊത്തം അല്ല പോട്ടെ ഒരു 1.5 ദിവസം നിൽക്കും. സോ അതൊരു ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ അവിടെയും OnePlus കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചാർജറിന്റെ വാട്ട് അങ്ങ് കുറച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോഡ് 4ൽ ഒരു 100 വാട്ടിന്റെ ചാർജർ തന്നെടുത്ത് ഇപ്പൊ 80 വാട്ടിന്റെ ചാർജറെ തരുന്നുള്ളൂ. ഇനി എടുത്തു പറയാനുള്ളത് ഇതിൽ ബൈപ്പാസ് ചാർജിങ് അവൈലബിൾ ആണ്. ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഈ ഫോൺ ഒരു മണിക്കൂർ എടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോണ് ഒരു ദിവസം ഫുൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ ബാറ്ററി ലൈഫ് വന്നിട്ട് 9 to 11 മണിക്കൂർ ഇടയിൽ നിൽക്കുന്നതാണ് പ്ലസ് കീ. ഐഫോണിലൊക്കെ കാണുന്നത് പോലെ ഒരു ചെറിയ കീ ഇതിന്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് ഇഷ്ടമുള്ളതുപോലെ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇതിൽ മൈൻഡ് സ്പേസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അത് സൂക്ഷിച്ചു വെക്കാം. എടുത്ത സ്ക്രീൻഷോട്ടിൽ ഇപ്പൊ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒക്കെയാണ് എടുക്കുന്നത് എങ്കിൽ അതൊരു റിമൈൻഡർ പോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓവറോൾ റിവ്യൂ, നിങ്ങളൊരു നോർമൽ യൂസർ ആണ് അല്ല ഒരു മീഡിയം യൂസർ ആണെങ്കിലും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇതിൽ പെർഫോമൻസ് വൈസ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്, സോഫ്റ്റ്വെയർ വളരെ സ്മൂത്ത് ആണ്, ക്യാമറ ഒരു ആവറേജ് ആണ്, ഗെയിമിങ് ഓക്കെ ആണ്. എന്നാൽ നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ ആണ് എങ്കിൽ, നിങ്ങളൊരു ഹെവി യൂസർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാർഡ് കോർ യൂസർ ആകുമ്പോൾ നമ്മൾ അത്രയും യൂസ് ചെയ്യും. ആ ഒരു യൂസിന് ഇതിന്റെ UFS 3.1 നമുക്കൊരു ചെറിയ ലാഗ് ഒക്കെ തരും. അപ്പൊ നമുക്കതൊരു അരോചകത്വമായിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെ ചിപ്സെറ്റ് വന്ന് ബാക്കി കോമ്പറ്റേറ്റീവ് ഫോൺസിന്റെ വെച്ച് നോക്കിയാൽ ഒരു പൊടിക്ക് താഴെയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോണാണ് നോക്കി നടക്കുന്നെങ്കിൽ ഇത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം എന്റെ പേഴ്സണലി എനിക്ക് ഇതിലെ ക്യാമറ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് ക്യാമറ അത്രേ ഉള്ളൂ. ഗെയിമർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിങ്ങിന് നോക്കി നടക്കുന്നതാണ് എങ്കിൽ ഇത് ഓക്കെ ഫോണാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഈ ഫോൺ വേണോ വേണ്ടേന്ന്, അക്കോർഡിംഗ് ടു യുവർ യൂസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.